നമസ്കാരം. എല്ലാ ഇന്ത്യക്കാരും ടാക്സ് അടയ്ക്കുന്നുണ്ട്. ഇന്ത്യ മഹാരാജ്യത്ത് വരുമാനം നേടുന്ന എല്ലാവരും ടാക്സ് അടയ്ക്കുന്നുണ്ട്. ശരിയല്ലേ? അതെ. ആരാ ഈ ഗവൺമെന്റിന് ടാക്സ് പിടിക്കാൻ വേണ്ടിയൊക്കെ റൈറ്റ് കൊടുത്തിരിക്കുന്നത്? എങ്ങനെ ഗവൺമെന്റിന് അങ്ങനെ ഒരു അധികാരം കൈവന്നിരിക്കുന്നത്? നോക്കൂ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ 265 അനുച്ഛേദം ആർട്ടിക്കിൾ 265 ആണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഒക്കെ ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരം നൽകിയിരിക്കുന്നത്. അനുച്ഛേദം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിയമപരമല്ലാതെ ടാക്സ് കളക്ട് ചെയ്യാൻ പാടില്ല എന്നാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ ടാക്സ് കളക്ട് ചെയ്യുന്നത്? സാധാരണ രീതിയിൽ ഇന്ത്യയിലുള്ള ടാക്സിനെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ഡയറക്റ്റ് ടാക്സ് എന്നും മറ്റൊന്ന് ഇൻഡയറക്റ്റ് ടാക്സ് എന്നും. ആയിക്കോട്ടെ, എന്തിനാ ഈ ടാക്സ് കളക്ട് ചെയ്യുന്നത്? ഒരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മളൊക്കെ എപ്പോഴും ഓണാഘോഷങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരാണ് അല്ലേ? ഈ ഓണാഘോഷത്തിൻ്റെ ചിലവ് എന്താ ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ കൂടെയുള്ള എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഒരു 500 രൂപയുടെയോ 1000 രൂപയോ ഒക്കെ പിരിവിട്ട് എല്ലാവരും കൂടെ കൂടിയിട്ടാണ് നമ്മൾ കളക്റ്റീവായിട്ട് ഓണസദ്യ നടത്തും. ചിലപ്പോൾ പൂക്കള കിട്ടുന്നിരിക്കും, അങ്ങനെ പല പല പരിപാടികൾ നടത്തിയെന്നിരിക്കും, ഇല്ലേ? ഇത് തന്നെ സംഭവം, അത്രേ ഉള്ളൂ. അതായത് ഒരു രാജ്യത്തിൻ്റെ, നമ്മളൊരു എല്ലാവരും കൂടെ ഒരുമിച്ച് ജീവിക്കുന്ന ഈ ഒരു രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ടുള്ള പണം എല്ലാവരുടെയും വരുമാനത്തിൽ നിന്ന് ഒരു വീതം കളക്ട് ചെയ്തുകൊണ്ട് നമ്മൾ നടത്തുന്നു. അങ്ങനെ കളക്ട് ചെയ്യാൻ വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ അതാത് ഗവൺമെൻറ്റുകൾക്ക് അധികാരം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതാത് സർക്കാരുകൾ കാലാകാലങ്ങളായിട്ട് നിയമം വഴി അവ കളക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു ടാക്സേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഡയറക്റ്റ് ടാക്സ് എന്നും ഇൻഡയറക്റ്റ് ടാക്സ് എന്നും പറഞ്ഞു. എന്താ ഈ ഡയറക്റ്റ് ടാക്സ്? അതായത് ഇപ്പം ഞാനൊരു ഇന്ത്യയിലെ പൗരനാണ്. എൻ്റെ കയ്യിൽ നിന്നും സർക്കാർ നേരിട്ട് മേടിക്കുന്ന ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. അതായത് ഇന്ത്യയിലെ പൗരന്മാരുടെ കയ്യിൽ നിന്നും സർക്കാർ നേരിട്ട്, അതായത് ഗവൺമെൻറ് ഡയറക്റ്റ് പൈസ ടാക്സ് ഇനത്തിൽ മേടിക്കുന്നതിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഉദാഹരണം ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. അത് CBDT, അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്ന അവരുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ഇനി അടുത്ത വേറൊരു സാധനമുണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ നേരെ വിപരീതമാണ്. നേരിട്ടല്ല നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. ഗവൺമെൻറ് നമ്മളിൽ നിന്ന് ടാക്സ് പിടിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ നേരിട്ട് അടയ്ക്കേണ്ട. പകരം എന്താ ചെയ്യുന്നത്? ഇടനിലക്കാരെ വെച്ചിരിക്കുക. ആരെ ഇടനിലക്കാര്? ഉദാഹരണം പറഞ്ഞാൽ GSTയുടെ കാര്യത്തിൽ നമുക്ക് സംസാരിക്കാം. GSTയുടെ ഇടനിലക്കാര് എന്ന് പറയുന്നത് കച്ചവടക്കാരാണ്. നോക്കൂ, നിങ്ങളൊരു സോപ്പ് മേടിച്ചെന്നിരിക്കട്ടെ. ഇപ്പോൾ പുതിയതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 5%, അതായത് 105 രൂപയ്ക്ക് നിങ്ങളൊരു സോപ്പ് മേടിച്ചാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് 5 രൂപ ടാക്സ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് ആർക്കാണ് കൊടുക്കുന്നത്? കച്ചവടക്കാർക്ക് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ കച്ചവടക്കാർ ഈ 5 രൂപ ടാക്സ് ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കും. നിങ്ങളും ഗവൺമെൻറ്റുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഗവൺമെൻറ് ആരുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്? കച്ചവടക്കാരുമായിട്ട്. അതാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. നിങ്ങളാണ് ടാക്സ് കൊടുക്കുന്നത്, പക്ഷേ നിങ്ങളല്ല ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നത്. അതാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് GST, പ്രധാനമായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ടത് GST ആണെങ്കിൽ പിന്നെ വരുന്നത് കസ്റ്റംസ് ഡ്യൂട്ടി വരുന്നുണ്ട്, എക്സൈസ് ഡ്യൂട്ടി വരുന്നുണ്ട്. ഇങ്ങനെ പല 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 പല, അതായത് GSTയിൽ ഉൾപ്പെടുത്താത്ത കുറേ അധികം ടാക്സുകൾ അങ്ങനെയും വരുന്നുണ്ട്. അതാണ് പ്രധാനപ്പെട്ട ഇന്ത്യ മഹാരാജ്യത്തുള്ള ടാക്സേഷൻ സിസ്റ്റത്തെ. നമ്മൾ ആദ്യം പറഞ്ഞു എന്തിനാണ് ടാക്സേഷൻ സിസ്റ്റം എന്ന് ഞാൻ പറഞ്ഞു. അത് ഏത് ആർട്ടിക്കിളാണ് നമ്മളെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സർക്കാരിന് അതിന് അധികാരം കൊടുത്തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഏത് രീതിയിലുള്ള ടാക്സ് ഉണ്ട്, അതായത് ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഡയറക്റ്റായിട്ട് മേടിക്കുന്നതാണ്. അത് ഇൻഡയറക്റ്റ് ടാക്സ്, അതായത് ഇൻകം ടാക്സ് അതിനൊരു ഉദാഹരണമാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ വരുന്ന ഏതാ? ഇൻഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സിന് ഏറ്റവും വലിയ ഉദാഹരണം ഏതാ? GST. അപ്പോൾ GST കൗൺസിൽ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് രസകരമായ ഒരു കാര്യം പറയട്ടെ. അതായത് നമുക്ക് നാട്ടിലറിയാം, ഇപ്പോൾ ഈ വർഷം 25-26 സാമ്പത്തിക വർഷത്തിൽ 12 ലക്ഷം രൂപ വരെ ഇൻകം ടാക്സ് അടയ്ക്കേണ്ട എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. അത് ശരിയാണ്. 12 ലക്ഷം രൂപ വരെ ഇൻകം ടാക്സിന് ഇളവൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ഈ 12 ലക്ഷം രൂപ വരെ ഇളവ് വരുമ്പം ഇവർ കൂടുതൽ കൺസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. കൂടുതൽ പണം ചെലവാക്കാൻ ഇവരുടെ കയ്യിലേക്ക് വരികയാണ്. ഇവർ ചെലവാക്കുന്ന ഓരോ രൂപയ്ക്കും GST പേ ചെയ്യുന്നുണ്ടെന്നേ.
അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ടാക്സ് പേ ചെയ്യുന്നുണ്ട്. കണക്കുകൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരുടെയും വരുമാനത്തിൻ്റെ ഏകദേശം 25% അതിന് മുകളിലോ ടാക്സ് ആയിട്ട് സർക്കാരിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള ടാക്സിൻ്റെ കഥകളും നമുക്ക് കുറച്ച് ആക്ടിനെ പരിചയപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം. വളരെ സുദീർഘമായിട്ടുള്ള സെക്ഷൻസിലേക്കൊന്നും നമുക്ക് വലിയ താല്പര്യമില്ല. നമ്മൾ ചെറിയ ചെറിയ സെക്ഷൻസ് ആയിരിക്കും, നിങ്ങളുടെ ചെറിയ ചെറിയ സമയങ്ങൾ മാത്രമേ നമ്മൾ കവർന്നെടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിതുപോലെ കൂടുതൽ ടാക്സിനെ പറ്റി പരിചയപ്പെടാം. GSTയെ പറ്റിയ നിരവധി കാര്യങ്ങൾ നമുക്ക് ഇനിയും സംസാരിക്കാനുണ്ട്, നമുക്ക് ഇനിയും ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഇങ്ങോട്ട് സംസാരിക്കുകയോ എന്നോട് ചോദിക്കാനോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പം ഫോളോ ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു.